വാക്കിന് ദൈവം ശക്തീകരിക്കും അഥവാ കഠിനമാക്കും എന്നുകൂടി അർത്ഥമുണ്ട്. ഈ പേര് തനിക്ക് ശുശ്രൂഷപരമായ ഒത്തിരി ബന്ധമുണ്ട്. കാരണം താൻ ശുശ്രൂഷിച്ചത് കഠിന മനുഷ്യരോട്. ഒരു പ്രവാചകൻ, ഒരു ശുശ്രൂഷകൻ ഒരിക്കലും കഠിന മനുഷ്യരുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ താല്പര്യപ്പെടത്തില്ല. ഇപ്പൊ ഷാജി സാറൊക്കെ ശുശ്രൂഷിക്കാൻ പോകുന്നതാണ്. താൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചൊരു മെസ്സേജ് തയ്യാറാക്കി ഒരു സഭയിൽ വന്ന് പ്രസംഗിക്കുമ്പോ വെടിക്കുറ്റി ഇരിക്കുന്ന പോലെ വിശ്വാസികളിലേക്ക് ഒരു ഓത്രം പോലും പറയുന്നില്ല എങ്കിൽ സാറിന് പ്രസംഗിക്കാൻ ഒരു സുഖവും കാണത്തില്ല. ഒരിക്കൽ എന്നോട് പറഞ്ഞു, എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, എടാ ഞാൻ 7 പേജുള്ള പ്രസംഗം തയ്യാറാക്കിയിട്ടാ സഭയിൽ പോയത്. പക്ഷേ ആ സഭയിലെ ജനത്തിന് ഇരിപ്പ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് എന്റെ പ്രസംഗം തീർന്നു. ഇവരാരും അനങ്ങുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പ്രാസംഗികൻ ഇഷ്ടപ്പെടത്തില്ല. ആ ദൂത് ഏറ്റെടുക്കുകയും വചനത്തോട് പ്രതികരിക്കുകയും ആ വചനത്തോട് സ്നേഹത്തോടെ ആ ഏറ്റെടുത്ത് ആത്മാവിൽ ആരാധിക്കുകയും ചെയ്യുന്ന, ഏറ്റെടുക്കുന്ന, അനുഗമിക്കുന്ന ജനത്തിന് നടുവിൽ ശുശ്രൂഷിക്കാനാണ് എല്ലാ പ്രവാചകന്മാർക്കും ഇഷ്ടം. പക്ഷെ ഇവിടെ യെഹെസ്കേലിനെ ശുശ്രൂഷിക്കേണ്ടി വിളിക്കുമ്പോൾ യഹോവയെ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, നീ നിരാശപ്പെടരുത്. ഇസ്രായേൽ ഗൃഹമൊക്കെയും കടുത്ത നെറ്റിയും കഠിന ഹൃദയമുള്ളവരാണ്. പെട്ടെന്നൊന്നും ദൂതിന് അവർ ആമേൻ പറയത്തില്ല. പെട്ടെന്നൊന്നും ഒരു ദൂത് ഏറ്റെടുക്കത്തില്ല. അവര് ചിലപ്പോ നിന്നെ നേരെ മുഖം കടുപ്പിച്ചെന്നിരിക്കും, ചിലപ്പോൾ നിന്നെ എറിയാൻ കല്ലെടുത്തെന്നിരിക്കും, നിന്റെ വാക്കിന് ആരും ചെവി തന്നില്ലെന്നിരിക്കും. എങ്കിലും നീ എന്റെ വാക്ക് അവിടെ വിളിച്ചു പറയണം. ഇന്ന് ക്ലാസ്സിൽ ഇരിക്കുന്ന ദൈവജനത്തോട്, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അഭിഷക്തന്മാരോട് ഞാൻ പറയാം, ചിലപ്പോ ദൈവം തരുന്ന ദൂതിൽ നിങ്ങൾ കൈമാറുമ്പോൾ അവിടെ നിന്ന് ഒരു പ്രതികരണം നിങ്ങൾക്ക് ലഭിച്ചില്ലെന്ന് വന്നേക്കാം. ആ ദൂത് ചിലപ്പോൾ ഏറ്റെടുത്തില്ലെന്ന് വന്നേക്കാം. പക്ഷെ ദൈവം തന്ന ആലോചന മറച്ചു വെക്കാതെ അത് വിളിച്ചു പറയുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അല്ലെങ്കിൽ അവന്റെ രക്തം ദൈവം നമ്മളോട് ചെയ്യും. അപ്പൊ ഇവിടെ ഇസ്രായേൽ ഗൃഹത്തെ കുറിച്ച് പറയുന്ന വാക്ക് 2-ാം അധ്യായം 5-ാമത്തെ വാക്യം, അവര് മത്സര ഗൃഹമാണ്. അപ്പൊ അവർക്ക് എന്തുകൊണ്ട്? കടുത്ത നെറ്റിയും കഠിന ഹൃദയമുള്ളവൻ. അവരുടെ ഇടയിലാണ് ഈ പ്രവാചകൻ തന്റെ ശുശ്രൂഷ ആരംഭിച്ചത്. നോക്കൂ, 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. ജനം ഏറ്റെടുക്കുന്ന ജനമല്ല, അവര് കടുത്ത നെറ്റിയും കഠിന ഹൃദയമുള്ളവരാണ്. അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കേണ്ടതിന് ദൈവം പ്രവാചകൻ എങ്ങനെ നിർത്തിയെന്നറിയാമോ? 3-ാം അധ്യായം 7 മുതൽ 9 വരെ, ഞാൻ നിന്റെ നെറ്റി തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രം പോലെ ആക്കിയിരിക്കുന്നു. കണ്ടോ? മുൻപിൽ നിൽക്കുന്ന യഹൂദ ജനം, ഇസ്രായേൽ ജനം കടുത്ത നെറ്റിയുള്ളവരായി കഠിന ഹൃദയത്തോടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി ദൂത് ലഭിച്ചിരിക്കുന്ന പ്രവാചകനെ ദൈവം ഒരു നിസാരക്കാരനായിട്ടല്ല കൊണ്ടു നിർത്തുന്നത്. അവൻ പറയുകയാണ്, ഞാൻ നിന്റെ നെറ്റിയെ തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രം പോലെയാക്കും. വേറൊരു പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിന്നെ കടുപ്പമേറിയതും മൂർച്ചയുള്ളതുമായ മെതിവണ്ടിയാക്കും. അപ്പൊ ഇന്ന് ക്ലാസ്സിൽ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ഇത് ക്ലാസ് ആയിട്ട് മാത്രം നിങ്ങൾ ഏറ്റെടുക്കരുത്. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തോടും ഞാൻ ആത്മാവിൽ പറയാം, ഒരു ദൂത ദൈവം നിനക്ക് തന്നയക്കുമ്പോൾ ഒരു സാധാരണക്കാരനായിട്ടല്ല ദൈവം നിന്നെ അയക്കുന്നത്. പിന്നെയോ മുൻപിൽ ഇരിക്കുന്നവരെക്കാൾ അധികം കൃപയോടെ, അധികം ശക്തിയോടെയാണ് ദൈവം നിനക്ക് ദൂത തന്നയക്കുന്നത്. അതുകൊണ്ടാണ് ഇരമ്യാവിൽ പറഞ്ഞു, ഇരമ്യാവ് പറഞ്ഞ വാക്ക് നമുക്ക് നല്ലോണം, അയ്യോ ഞാൻ ബാലനാണ്, എനിക്കൊന്നും അറിയത്തില്ല. കർത്താവ് എന്താ പറഞ്ഞത്? ബാലനെന്ന് നീ പറയരുത്. അപ്പൊ ഇന്ന് വചനം പഠിക്കുന്ന അഭിഷക്തന്മാരെ, ദൈവദാസന്മാരെ, ദൈവം നമുക്കൊരു ആലോചന തന്നു, ഒരിടത്ത് അയക്കുന്നു എങ്കിൽ ധൈര്യമായി പോകുക.
യോഗ്യതകളൊക്കെ നമുക്ക് കുറവായിരിക്കും. പക്ഷെ യെഹെസ്കേൽ പ്രവാചകൻ പറയുകയാണ്, ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട, ഞാൻ നിന്നെ കാഠിന്യമേറിയ കടുപ്പമുള്ള വജ്രം പോലെ ആക്കിയിരിക്കും. ഓക്കെ, സാദോക്കിന്റെ വംശാവലിയിൽ പുരോഹിത കുടുംബത്തിൽ ബൂസിയുടെ മകനായിരുന്നു യെഹെസ്കേൽ. അതിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാദോക്കിന്റെ വംശാവലിയിൽ പുരോഹിത കുടുംബത്തിൽ ബൂസിയുടെ മകനായിരുന്നു യെഹെസ്കേൽ. ബൂസി എന്ന വാക്കിന് ത്യജിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ബൂസി എന്ന വാക്കിന് ത്യജിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. യഹൂദ രാജാവായിരുന്ന യഹൂദ രാജാവായ യഹോയാക്കീമിനോടുകൂടെ ത്രാസത്തിലേക്ക്, ബാബേലിലേക്ക് അടിമയായി പോകപ്പെട്ട പ്രവാചകനായിരുന്നു യെഹെസ്കേൽ പ്രവാചകൻ. ഇത് ഏകദേശം BC 597 യഹൂദ രാജാവായിരുന്ന യഹോയാക്കീമിനോടൊപ്പം ബാബേലിലേക്ക് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്ന ഒരാളാണ് പ്രവാചകനായിരിക്കുന്ന യെഹെസ്കേൽ. ഇത് ഏകദേശം BC 597 ആയിരുന്നു. രണ്ട് രാജാക്കന്മാർ പുസ്തകം 24 അധ്യായത്തിലുണ്ട് അതിന്റെ ചരിത്രമോ. ഓക്കെ, അടുത്തത് യെരുശലേമിലെ ആത്മീയ വിഷയങ്ങളിൽ വളരെ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു പ്രവാചകനായിരുന്നു യെഹെസ്കേൽ പ്രവാചകൻ. യെരുശലേമിലെ ആത്മീയ വിഷയങ്ങളിൽ വളരെ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു പ്രവാചകനായിരുന്നു യെഹെസ്കേൽ പ്രവാചകൻ. ശമൂവേൽ ബാലനെ പോലെ ദൈവാലയ ശുശ്രൂഷകളിൽ അതീവ താല്പര്യമുള്ളവനായിരുന്നു യെഹെസ്കേൽ പ്രവാചകൻ. തന്റെ മുൻഗാമിയായിരുന്ന യിരെമ്യാ പ്രവാചകന്റെ ശുശ്രൂഷയുടെ ആഴം ഉൾക്കൊണ്ടുകൊണ്ട്, തനിക്ക് മുൻപേ ശുശ്രൂഷ ചെയ്ത യിരെമ്യാ പ്രവാചകന്റെ ആ ആത്മിക ശുശ്രൂഷയെ ഉള്ളിൽ കണ്ടുകൊണ്ട് ശക്തമായ പ്രവചന ശുശ്രൂഷയിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ചെറുപ്പക്കാരനായ പ്രവാചകനായിരുന്നു ഈ യെഹെസ്കേൽ പ്രവാചകൻ. ഇവിടെ താൻ അടിമയായി വന്നത് തേൽ അബീബ് പട്ടണത്തിലാണ് താൻ അടിമയായി പാർത്തത്. തേൽ അബീബ്, തേനല്ല തേൽ അബീബ് എന്ന പട്ടണത്തിലാണ് അവർ അടിമയായി പാർത്തത്. യെഹെസ്കേൽ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം അവിടെ ഉണ്ട്. ആ പേര് തേൽ അബീബ്. യെഹെസ്കേൽ പ്രവചന പുസ്തകം 3-ാം അധ്യായം 15. അങ്ങനെ ഞാൻ കെബാർ നദീതീരത്ത് പാർത്ത തേൽ അബീബിലെ പ്രവാസികളുടെ അടുക്കൽ. തേൽ അബീബ്, ഈ പട്ടണം അറിയപ്പെട്ടിരുന്നത് ചോളത്തിന്റെ കുന്ന് എന്നാണ്. ചോളത്തിന്റെ കുന്ന്. തേൽ അബീബ് എന്ന പട്ടണം അറിയപ്പെട്ടിരുന്നത് ചോളത്തിന്റെ കുന്ന് എന്ന പേരിലാണ്. കാരണം ആ പട്ടണത്തിന് ചുറ്റും ധാരാളം ചോള കൃഷി ഉണ്ടായിരുന്നു. ചോളം. ആ സ്ഥലം കെബാർ നദീതീരത്താണ് എന്ന് യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ എക്സാക്ട് പ്ലേസ് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോ യെരുശലേമിൽ നിന്ന് അല്ലെങ്കിൽ യഹൂദയിൽ നിന്ന് ബാബേലിലേക്ക് പ്രവാസത്തിലേക്ക് പോയ യഹോയാക്കീമിന്റെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനായിരുന്ന യെഹെസ്കേൽ പ്രവാചകൻ ബാബേലിൽ കെബാർ നദീതീരത്തുള്ള തേൽ
പട്ടണത്തിലാണ് പ്രവാസിയായി കിടന്നത്. ആ പട്ടണത്തെ അറിയപ്പെട്ടിരുന്നത് ചോളത്തിന്റെ കുന്ന് എന്നാണ്. ചോളത്തിന്റെ കുന്ന്. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരും കേട്ടോ, കേട്ടു പോകരുത്. ചോളത്തിന്റെ കുന്ന്. ഈ പട്ടണത്തിന് ചുറ്റും ചോളത്തിന്റെ വലിയ പാടങ്ങൾ ഉണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോ ചോളത്തിന്റെ കുന്ന് തന്നെ എഴുതണം, ഗോതമ്പിന്റെ കുന്നൊന്നും എഴുതരുത്. അരമാർക്ക് പോലും തരികയല്ല. ചോളത്തിന്റെ കുന്ന്. ഓക്കെ, ചോളത്തിന്റെയൊക്കെ ആ ചോയൊക്കെ കറക്റ്റ് വേണം. കഴിഞ്ഞ ദിവസം എന്റെ മകൻ സ്കൂളിൽ എക്സാമിന് പോയി. ക്ലാസ് ടെസ്റ്റ് അടക്കുക, മാത്സിന്റെ പരീക്ഷ അടക്കുക. അവൻ ചെന്ന് ഒരു കണക്ക് കൂട്ടി. അത് 5 ആണോ 50 ആണോ എന്ന് അവന് സംശയം. 5 ആണോ എന്ന് അവനൊരു സംശയം. അവൻ ചെയ്തത് ആദ്യം ആൻസർ ഷീറ്റിൽ പെൻസിൽ കൊണ്ട് 5 അങ്ങ് എഴുതി. എന്നിട്ട് റബ്ബർ എടുത്ത് അത് പകുതി അങ്ങ് മായ്ച്ചു. അപ്പൊ സാറ് നോക്കിക്കഴിഞ്ഞാൽ 5 ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ മായ്ച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മായ്ച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പാതി മനസ്സിൽ അവൻ ചെയ്തേ. ലാസ്റ്റ് മിസ് വിളിച്ച് ചോദിച്ചു, എടാ നീ ഇന്ന് മായ്ച്ചതാണോ എഴുതിയതാണോ? അവനുള്ള സത്യം പറഞ്ഞാൽ മായ്ച്ചതാ മിസ്സേ. എന്നതുപോലെ പരീക്ഷയ്ക്ക് ഒരു മങ്ങൽ ഏൽപ്പിച്ച് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടത്തില്ല. അതും കൂടെ ഈ കൂട്ടത്തിൽ അങ്ങ് ഓർമ്മപ്പെടുത്തുക. ഓക്കെ, കാരണം നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രസംഗിക്കുമ്പോ, ഏതെങ്കിലും വേദിയിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുമ്പോ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും, നിങ്ങൾ എവിടാ പഠിച്ചത്, നിങ്ങൾ ആരാ പഠിപ്പിച്ചതെന്ന. അപ്പൊ നിങ്ങൾ ധൈര്യത്തോടെ പറയും, നിങ്ങൾ ആരാ പഠിപ്പിച്ചത്? നിങ്ങൾ ധൈര്യത്തോടെ പറയും, വെൻസിയർ സാറാ പഠിപ്പിച്ചത്, കൊട്ടാരക്കരക്കാരൻ. അപ്പൊ അന്നേരെ കേൾക്കുന്നവര് മനസ്സിലാക്കി ഇവർ അബദ്ധമാണല്ലോ പഠിപ്പിച്ചതെന്ന്. അപ്പൊ അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ പത്രമാകിയാൽ കേട്ടത് ശ്രദ്ധയോടെ എഴുതുകയും അത് പഠിക്കുകയും ശുശ്രൂഷകളിൽ അത് പ്രയോജനപ്പെടുത്തേണ്ടി. ഓക്കെ, അപ്പോ യഹൂദയിൽ നിന്ന് യഹോയാക്കീമിന്റെ കൂടെ പ്രവാസത്തിലേക്ക് ബാബേലിലേക്ക് പോകപ്പെട്ട ഇസ്രായേൽ ജനങ്ങളിൽ യെഹെസ്കേൽ പ്രവാചകൻ, ചെറുപ്പക്കാരനായിരിക്കുന്ന യെഹെസ്കേൽ പ്രവാചകൻ പാർത്തത് എവിടെയായിരുന്നു? കെബാർ നദീതീരത്തുള്ള തേൽ ആബീബ് എന്ന പട്ടണത്തിലാണ്. ആ പട്ടണത്തെ കുറിച്ച് അറിയപ്പെടുന്നത് ചോളത്തിന്റെ കുന്നെന്ന്. അങ്ങനെ അറിയപ്പെടാൻ കാര്യം, ആ പട്ടണത്തിന് ചുറ്റും ചോളത്തിന് വലിയ പാടങ്ങൾ ഉണ്ടായിരുന്നു. വലിയ പാടങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചോളത്തിന് കുന്നെന്നറിയപ്പെടുന്നത്. പ്രവാചകൻ യെഹെസ്കേൽ പ്രവാചകന്റെ വാക്കനുസരിച്ച് ഇത് കെബാർ നദി തീരത്താണെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് എക്സാക്ട് പ്ലേസ് അല്ലെങ്കിൽ യഥാർത്ഥ സ്ഥലം, പോയിന്റ് എവിടെയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അടുത്ത ഭാഗം, യിരെമ്യാ പ്രവാചകൻ വിവാഹിതനായിരുന്നില്ല. പക്ഷേ യെഹെസ്കേൽ പ്രവാചകൻ വിവാഹം ചെയ്തവനും തന്റെ ഭാര്യയുമായി വളരെ ആനന്ദത്തിൽ പോയവനുമായിരുന്നു. 24-ാം അധ്യായം ഒന്നെടുത്ത്, യെഹെസ്കേൽ പ്രവചനം 24-ാം അധ്യായം. അതിന്റെ 15-ാമത്തെ വാക്യം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, ഞാൻ നിന്റെ കണ്ണിന്റെ ആനന്ദമായവളെ നിങ്ങൾ നിന്ന് എടുത്തുകളയും എന്നൊരു ദൂത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ വേദപഠിതാക്കൾ പറഞ്ഞു, താൻ വിവാഹിതനായിരുന്നു, തന്റെ ഭാര്യയുമായി വളരെ ആനന്ദത്തിൽ കഴിഞ്ഞിരുന്ന കാലത്തായിരുന്നു പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നതും തന്റെ പ്രവാസ ജീവിതത്തിന്റെ 9-ാമത്തെ വർഷം അഥവാ പ്രവാചക ശുശ്രൂഷയുടെ 4-ാമത്തെ വർഷം തന്റെ ഭാര്യയെ തനിക്ക് നഷ്ടപ്പെട്ടു. അവൾ കൊല്ലപ്പെട്ടു. അപ്പോൾ യിരെമ്യാവ് അവിവാഹിതനായി കഴിഞ്ഞിരുന്നു എങ്കിലും യെഹെസ്കേൽ വിവാഹിതനും ഭാര്യയുമായി ആനന്ദത്തോടെ കഴിഞ്ഞവനുമായിരുന്നു. എന്നാൽ അവന്റെ പ്രവാസ ജീവിതത്തിന്റെ 9-ാമത്തെ വർഷം അല്ലെങ്കിൽ പ്രവാചക ശുശ്രൂഷയുടെ 4-ാം വർഷം ദൈവിക ആലോചന പ്രകാരം, ദൈവിക പ്രവചന പ്രകാരം താൻ മരിച്ചുപോയി. 24-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യഹോവ കൽപ്പിച്ചു, ഞാൻ നിന്റെ കണ്ണിന് ആനന്ദമായവളെ നിങ്ങൾ നിന്ന് എടുത്തു കളയും. അവൾ കൊല്ലപ്പെട്ടു.
അതിനുശേഷമുള്ള കുടുംബജീവിതത്തെ പറ്റി ഒന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പ്രവാചകൻ പിന്നെ വിവാഹിതനായോ എന്താണ് എന്ന് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. 30-ാം വയസ്സ് മുതൽ 52-ാം വയസ്സ് വരെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വിജയകരമായി പ്രവചന ശുശ്രൂഷ ചെയ്യുവാൻ യെഹെസ്കേലിന് കഴിയും. ശ്രദ്ധിച്ചോ, 30-ാം വയസ്സ് മുതൽ 52-ാം വയസ്സ് വരെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വിജയകരമായി പ്രവാചക ശുശ്രൂഷ ചെയ്യുവാൻ യെഹെസ്കേലിന് കഴിയും. ഇതിൽ എന്ത് മനസ്സിലായി? ശുശ്രൂഷയുള്ളവന് പ്രശ്നങ്ങളുണ്ട്, ശുശ്രൂഷ ഇല്ലാത്തവന് ഒരു പ്രശ്നവും ഇല്ല. ചിലർ ചോദിച്ചിട്ടില്ലേ, നമ്മളെല്ലാം ഒരു പള്ളിയിലല്ലയോ പോകുന്നേ, നമ്മളെല്ലാം ഒരു കർത്തൃമേശല്ലയോ ആചരിക്കുന്നേ, ഞങ്ങൾക്കാർക്കും ഇല്ലാത്ത പ്രശ്നം എന്താ നിനക്ക്? ഇങ്ങനെ ചിലർ ചോദിച്ചിട്ടില്ലേ? നമ്മളെല്ലാം ഒരുമിച്ചല്ലേ സ്നാനപ്പെട്ട്, നിനക്ക് മാത്രം എന്നതാണ് ഇത്ര പ്രശ്നം, ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ദൈവിക ശുശ്രൂഷയുള്ളവർക്ക് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് പറഞ്ഞ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സത്യസന്ധമായി ശുശ്രൂഷ ചെയ്യുന്നവർക്ക് പ്രശ്നങ്ങളുണ്ട്. ഇടയ്ക്ക് ഞാനൊരു കാര്യം, ഇന്ന് ഞാനൊരു മരണത്തിന് കടന്നുപോയി. ഒരു അഭിഷക്തനായ ദൈവദാസന്റെ പിതാവ് മരിച്ചു. ആ മകൻ പറഞ്ഞ സാക്ഷ്യം എന്നെ ഒത്തിരി കരയിപ്പിച്ചു, ചിന്തിപ്പിച്ചു. ദൈവം പറഞ്ഞു, ഞങ്ങൾ മിനിസ്ട്രി ചെയ്തതെല്ലാം ധനവാന്മാരുടെ കൂടെയായി, ഞങ്ങൾ പോയതെല്ലാം വലിയ വലിയ പട്ടണങ്ങളിലാണ് പോയിട്ടുള്ളത്, ഞങ്ങൾ ഒത്തിരി ഒത്തിരി രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ സത്യസന്ധമായി സുവിശേഷ വേല ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നും ഓടിട്ട വീടും ഒരു ബൈക്കും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ വലിയ റോഡ് സൈഡിൽ 2 നില വീടും വലിയ ബംഗ്ലാവൊക്കെ വെച്ചു, നല്ല നല്ല വാഹനങ്ങൾ വാങ്ങി. ഞങ്ങൾക്കിതൊന്നും ഉണ്ടാകാതിരുന്നപ്പോൾ എല്ലാരും പറഞ്ഞു, നിങ്ങൾ കഴിവില്ലാത്തവരാണെന്ന് പറഞ്ഞു. പക്ഷേ ആ ദൈവദാസൻ പറഞ്ഞത്, സത്യസന്ധമായി സുവിശേഷ വേല ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, പ്രതിഫലം കൊടുക്കുന്ന ആ ദിവസം എന്റെ അപ്പനും ഞങ്ങൾക്കും വാടാത്ത കിരീടം ദൈവം തരുമെന്നുള്ള പ്രത്യാശയുടെ വാക്ക് ഞാൻ കേട്ടു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. മറ്റുള്ളവർക്ക് വീടില്ല, അല്ലെ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് വീടില്ല, ശുശ്രൂഷയിൽ ഇറങ്ങിയിട്ട് എനിക്ക് നല്ല ഫോണില്ല, നല്ല വാഹനങ്ങളില്ല എന്ന് ഓർത്ത് നമ്മൾ പലപ്പോഴും വ്യാകുലപ്പെടുമ്പോൾ, പ്രശ്നങ്ങളാണ് കർത്താവേ എന്ന് വ്യാകുലപ്പെടുമ്പോൾ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ സത്യസന്ധമായി സുവിശേഷ വേല ചെയ്യുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും ഞെരുക്കവും പട്ടിണിയും പ്രയാസമൊക്കെ ആയിരിക്കും. പക്ഷെ മറന്നു പോകരുത്, പ്രതിഫലം കൊടുക്കുന്ന പൗലോസും പത്രോസും യാക്കോബും യോഹന്നാനും മോശയും ദാവീദും ഒക്കെ ഇരിക്കുന്ന ആ വലിയ വേദിയിൽ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിൽ നമ്മുടെ പേര് വിളിച്ച് നല്ല പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. പ്രശ്നങ്ങളുണ്ട് കേട്ടോ, പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇവിടെ 30-ാമത്തെ വയസ്സ് മുതൽ 52-ാമത്തെ വയസ്സ് വരെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ആ വാക്ക് നിങ്ങൾ അടിവരയിടണം, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ താൻ എന്ത് ചെയ്തു? വിജയകരമായി പ്രവാചക ശുശ്രൂഷ ചെയ്തു. ഓക്കെ, പാരമ്പര്യ വിശ്വാസ പ്രകാരം തന്റെ ജനത്തിന്റെ ഇടയിലെ ഒരു പ്രഭുവിനാൽ താൻ കൊല്ലപ്പെട്ടു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് യഹൂദന്മാരാൽ തന്നെ താൻ കൊല്ലപ്പെട്ടു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഷേമിന്റെയും അർപ്പഷാദിന്റെയും ശവക്കല്ലറകളിൽ അവനെ അടക്കം ചെയ്തു എന്നും പറയപ്പെടുന്നു. ഷേമിന്റെയും അർപ്പഷാദ് അവരുടെ കല്ലറയിൽ തന്നെ എന്ത് ചെയ്തു? അടക്കം ചെയ്തു എന്നും പറയപ്പെടുന്നു. ഇത്രയും കാര്യം മനസ്സിലായോ? ഇതാണ് യെഹെസ്കേൽ പ്രവാചകന്റെ ഒരു ജീവിതം. ഇനി ഒത്തിരി ഉണ്ട്, നമുക്ക് അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചു പോകാൻ സമയമില്ല.
ഇത്രയാണ് ഒരു ഏകദേശ ധാരണ നമുക്ക് ലഭിച്ചിരിക്കുന്ന കുറച്ച് അറിവുകൾ. ഇത്രയുമാണ്. രണ്ടാമത്തെ ഹെഡിങ് പ്രവാചകന്റെ സ്വഭാവം. ഈ ഭാഗം പഠിപ്പിക്കാൻ ഒത്തിരി സന്തോഷമാണ്. നമ്മുടെ സ്വഭാവം ആർക്കറിയാം? നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തിനറിയാം യഥാർത്ഥ നമ്മൾ ആരാണ്, അല്ലെ? ഞാൻ ഉദാഹരണം പറയാറുണ്ട്. എന്റെ വീട്ടില് എന്റെ മകൻ അറിയാവുന്ന ഒരു ബെൻസികറുണ്ട്, എന്റെ ഭാര്യയ്ക്ക് അറിയാവുന്ന ഒരു ബെൻസികറുണ്ട്, എന്റെ അപ്പനും അമ്മയ്ക്കും അറിയാവുന്ന ഒരു ബെൻസികറുണ്ട്, എന്റെ ചർച്ചിലെ പാസ്റ്റർക്ക് അറിയാവുന്ന ഒരു ബെൻസികറുണ്ട്. എന്നാൽ യഥാർത്ഥ ബെൻസികറിനെ ആർക്ക് മാത്രമേ അറിയത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ സ്വഭാവം എന്താ? ഒരുവനിലെ ശുശ്രൂഷയുടെ സ്വഭാവം, ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഒരുവന്റെ സ്വഭാവം ഒരു ജാതികനെ പോലെ ആയിരിക്കത്തില്ല. അവരിൽ നിന്ന് വ്യത്യാസമുണ്ടായിരിക്കും. അവരുടെ സംസാര രീതി, അവരുടെ ജീവിത രീതി, വസ്ത്രധാരണം, അവരുടെ ശൈലികൾ എല്ലാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമായി. ഓക്കെ, ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ തന്നെ അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു യെഹെസ്കേൽ പ്രവാചകൻ. കേട്ടോ, ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ തന്നെ അസാധാരണമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു പ്രവാചകൻ. ബുദ്ധി, വിദ്യാഭ്യാസം, തിരിച്ചറിയാനുള്ള കഴിവ്, വാക്ചാതുര്യം, സംസ്കാരം, ഇതിലൊക്കെ അസാധാരണമായ വ്യക്തിത്വമുള്ളവനായിരുന്നു പ്രവാചകൻ. ഏതിലൊക്കെയായിരുന്നു? ബുദ്ധി, വിദ്യാഭ്യാസം, തിരിച്ചറിയാനുള്ള പ്രത്യേക കഴിവ്, വാക്ചാതുര്യം, സംസ്കാരം. ഒരു ദൈവ പൈതലിന് നല്ല ബുദ്ധി ഉണ്ടായിരിക്കണം. ബുദ്ധി ഉണ്ടാകാൻ എന്താ ചെയ്യണം? എന്റെ പൊന്നു സഹോദര ബെൻസിയറെ, ഹോർലിക്സ് കഴിക്കണമെന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. അല്ല, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അപ്പോ ദൈവവചനത്തോട് നിങ്ങൾ കൂടുതൽ അടുത്താൽ, ദൈവത്തോട് നിങ്ങൾ കൂടുതൽ അടുത്താൽ ദൈവം ബുദ്ധി തരും. സാധാരണ വിദ്യാഭ്യാസം ഉണ്ടവനായിരുന്നു പത്രോസ്. സാധാരണ വിദ്യാഭ്യാസം യഹൂദന്മാരെ സംബന്ധിച്ച് അവർ ചെറിയ കാലഘട്ടത്തിൽ അവർ പോയി പഠിക്കും. ആ സാധാരണ വിദ്യാഭ്യാസമുള്ളവനായിരുന്ന, മീൻപിടുത്തക്കാരനായിരുന്ന പത്രോസിന്റെ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും എന്ന് പറഞ്ഞ് ശാസ്ത്രത്തെ പോലും ഞെട്ടിച്ചു കളഞ്ഞ വാക്കുകൾ പറഞ്ഞ പത്രോസിന് എവിടെ നിന്ന് കിട്ടി ജ്ഞാനം? ഒറ്റ വാക്കേ ഉള്ളൂ, കർത്താവിൽ നിന്ന് പ്രാപിച്ചത്. ആ 3.5 വർഷം യേശുവിനോട് കൂടെ നടന്നപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് അവന്റെ ബുദ്ധിയും മാറി. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്, മുല്ലപ്പൂവും പിടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം, അല്ലെ? അപ്പൊ അതിനോട് ചേർന്ന് നടന്നാൽ, കർത്താവിനോടൊപ്പം ഒരു 3.5 വർഷം അവൻ ചേർന്ന് നടന്നപ്പോ അവന്റെ ബുദ്ധിമണ്ഡലത്തിന് ദൈവം മാറ്റം വരുത്തി. അങ്ങനെയെങ്കിൽ ഈ 3 വർഷത്തെ വേദപഠനം കഴിയുമ്പോൾ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിന് ദൈവം ഒരു മാറ്റം തന്നിരിക്കും. 1, ബുദ്ധിപരമായി; 2, വിദ്യാഭ്യാസപരമായി; 3, തിരിച്ചറിയാനുള്ള പ്രത്യേക കഴിവ്. തന്റെ മുൻപിൽ വരുമ്പോൾ, തന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നവൾ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. അതിന് വേദപഠിതാക്കൾ വേറൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, വിവേചനത്തിന്റെ വരം. കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മളൊക്കെ പ്രവചന വരത്തിന് വേണ്ടി ഓടുന്നവരാണ്. പക്ഷെ ആദ്യം പ്രാപിക്കേണ്ടുന്നത് വിവേചന വരമാണ്. മുൻപിൽ വന്ന് നിൽക്കുന്നത് ആരാണ്, എന്താണ്, പുറമേ കാണുന്ന കണ്ടിട്ട് നമ്മൾ വിലയിടരുത്. അവൻ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ അവൻ ആ ജഡികനാണെന്നൊക്കെ തള്ളിക്കളയരുത്. അല്ലെങ്കിൽ ഒത്തിരി ഒരു അന്യഭാഷ പറയുന്നത് കണ്ടാൽ അവന് ഒത്തിരി
സംസാരിക്കരുത്, വിവേചനപരം പ്രാപിക്കണം, തിരിച്ചറിയാനുള്ള പ്രത്യേക കഴിവ്. അടുത്തത് വാക്ചാതുര്യമുള്ളവനായിരുന്നു യെഹെസ്കേൽ പ്രവാചകൻ. അടുത്തത് സംസ്കാരം. അവൻ ആരാണെന്ന് അവൻ ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അടുത്തത് പ്രതികൂലത്തിന്റെ നടുവിൽ ഉറച്ചു നിൽക്കുവാനുള്ള ധൈര്യം, ധാർമ്മികമായ നിലവാരം, മനുഷ്യപുത്രൻ എന്ന നിലയിലുള്ള താഴ്മ, വിനയം എന്നിവയൊക്കെ ഈ പ്രവാചകനിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റുള്ള പ്രവാചകൻ ഒന്നും കാണാത്ത ചില സ്വഭാവങ്ങളാണ് അതൊക്കെ. എന്താണ്? പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ധൈര്യം. ഈ പ്രവാസകാലം എന്ന് നമ്മൾ പറഞ്ഞു വിടുമ്പോൾ തീർന്നു, അടിമയായിട്ടാണ് പോയിരിക്കുന്നത്. ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ല, കൃത്യമായ ആഹാരം ഒന്നും ലഭിക്കണമെന്നില്ല. ഈ യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ വിശുദ്ധ വസ്തുക്കളെ കുറിച്ചോ അവർ ആരാധന രീതികളെ കുറിച്ചോ കളിയാക്കി ആരെങ്കിലും ചോദിച്ചാൽ ഒത്തിരി വേദന ഉണ്ടാകുന്നവരെ. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ വായിക്കാൻ ഞങ്ങളുടെ വാദ്യോപകരണങ്ങളൊക്കെ ഞങ്ങൾ അലരി വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ തൂക്കി ഞങ്ങൾ പാട്ടും പ്രാർത്ഥനയൊക്കെ നിർത്തി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ അവര് ഞങ്ങളോട് എന്ന് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പള്ളിയിൽ പാടുന്ന പാട്ടൊന്ന് ഞങ്ങളെ പാടി കേൾപ്പിക്കാൻ. അവര് പറഞ്ഞു, ഞങ്ങൾ ആലയത്തിൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന ആ മനോഹര ഗാനം എങ്ങനെ ഞങ്ങൾ ഇവിടെ വെച്ച് പാടും? നിങ്ങള് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു. അടൂരുള്ള പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരാള് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഒരു മനുഷ്യൻ പാസ്റ്റർ എന്ന വ്യാജേന ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നു. അവിടുത്തെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് ദൂതൊക്കെ പറഞ്ഞിട്ട് തിരികെ നടക്കാൻ ഒരുങ്ങുമ്പോൾ ആ അമ്മച്ചിയുടെ കഴുത്തിൽ കിടന്ന മാല വലിച്ചു പൊട്ടിച്ച് ഓടാൻ ശ്രമിക്കുന്നു. നാട്ടുകാർ പിടിക്കുന്നു, പോലീസ് വരുന്നു, ഇവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടു. എന്നിട്ട് പോലീസുകാർ ഒരു നീ ആ വീട്ടിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ലജ്ജയോടെ നമ്മൾ കേട്ടിരിക്കേണ്ടി വന്നു. അവൻ അന്യഭാഷ പറഞ്ഞ് ഭയങ്കര ഒരു പ്രാർത്ഥന. ആ പോലീസുകാർ അത് വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ദൈവമക്കൾ ഒത്തിരി കളിയാക്കും. കണ്ടോ? എന്നാൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരുത്തൻ ധാർമ്മിക നിലവാരത്തിൽ നിന്ന് അധപ്പതിച്ച് താഴേക്ക് പോകുമ്പോൾ പ്രവാസത്തിന് നടുവിൽ കടന്നുകൊണ്ട് പാടിയില്ലെങ്കിൽ ചിലപ്പോൾ കഴുത്തു വെട്ടും, ആഹാരം തരത്തില്ല, അടിമപ്പണി ചെയ്യിപ്പിക്കും. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും അവൻ പറഞ്ഞ വാക്ക്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ആരാധിച്ച ആ ആരാധന ഇവിടെ നിങ്ങളുടെ മുമ്പിട്ട് താരാട്ട് പാടാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല. കണ്ടോ ധൈര്യം? കണ്ടോ? അപ്പൊ അവസരത്തിനൊത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. അല്ലെങ്കിൽ ചിലപ്പോ കളിയാക്കിയേക്കും, ചിലപ്പോൾ അവസരം നഷ്ടപ്പെട്ടേക്കുന്ന കരുതി നമ്മൾ ധൈര്യം ചോർന്നു പോകരുത്. അപ്പൊ ഇവിടെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ധൈര്യം. 2, ധാർമ്മികമായ നിലവാരം. 3, മനുഷ്യപുത്രൻ എന്ന നിലയിലുള്ള താഴ്മ. തന്നെ ശുശ്രൂഷയുടെ ഓരോ ഭാഗങ്ങളിലും കാണാം ഒരു എളിമ, ഒരു താഴ്മ. അടുത്തത് ഒരു വിനയം. എന്നിവയൊക്കെ ഈ പ്രവാചകനിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത്, നമുക്ക് താഴ്മയുണ്ടോ? നമുക്ക് വിനയമുണ്ടോ? പ്രതികൂലങ്ങളിൽ പതറുന്നവരാണോ? ധൈര്യത്തോടെ നിൽക്കുന്നവരാണോ? ഇന്നൊന്ന് ശോധന ചെയ്ത് നമ്മളൊന്ന് തിരുത്തി ചിന്തിച്ച് മുൻപോട്ട് പോകേണ്ടുന്നത് ആവശ്യമാണ്. മനസ്സലിവുള്ളവരും ലോലമായ ഹൃദയത്തിന് ഉടമയുമായിരുന്നു യെഹെസ്കേൽ പ്രവാചകൻ. എഴുതിയവർക്കറിയാം, ബുദ്ധി, വിദ്യാഭ്യാസം, തിരിച്ചുള്ള പ്രത്യേക കഴിവ്, വാക്ചാതുര്യം, സംസ്കാരം എന്നിവയിലൊക്കെ അസാധാരണമായ വ്യക്തിത്വമുള്ളവനായിരുന്നു. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം, ധാർമ്മികമായ നിലവാരം, മനുഷ്യപുത്രൻ എന്ന നിലയിലുള്ള താഴ്മ, വിനയം എന്നിവയൊക്കെ പ്രവാചകൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനസ്സലിവുള്ളവനും ലോല ഹൃദയനുമായിരുന്നു യെഹെസ്കേൽ പ്രവാചകൻ.
എന്ന നിലയിൽ യെഹെസ്കേലിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ ഖണ്ഡിതമായ അറിയിപ്പുകൾ ഒട്ടും കുറയ്ക്കാതെയും കൂട്ടാതെയും ധൈര്യത്തോടെ അവൻ ജനത്തിന് പ്രസ്താവിച്ചു. ദൈവത്തിൽ നിന്ന് ലഭിച്ച ദൂത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അവൻ എന്ത് ചെയ്തു? ജനത്തെ അറിയിച്ചു. ഒറ്റ വാക്കിലായിരിക്കാം ദൂത് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നിൽക്കാൻ വേണ്ടി തനത് വലിച്ചു നീട്ടി വെള്ളം ചേർത്ത് വലിച്ചു നീട്ടി വലിയ ദൂതൊന്നും ആക്കിയില്ല. പറഞ്ഞ ദൂത് കൂട്ടാതെയും കുറയ്ക്കാതെയും എത്തിച്ചു. രണ്ട്, ദൈവിക രഹസ്യങ്ങളിൽ ഒരുവനിലേക്ക് പകരപ്പെടുവാനുള്ള ഏറ്റവും പ്രധാന വിഷയമായ വിശുദ്ധിയുടെ ഉടമയായിരുന്നു യെഹെസ്കേൽ. ദൈവിക രഹസ്യങ്ങൾ ഒരുവനിലേക്ക് പകരപ്പെടുവാനുള്ള ഏറ്റവും പ്രധാന വിഷയമായ വിശുദ്ധിയുടെ ഉടമയായിരുന്നു യെഹെസ്കേൽ പ്രവാചകൻ. ഒരേ സമയം തന്നെ പുരോഹിതന്റെയും പ്രവാചകന്റെയും ശുശ്രൂഷ ചെയ്തവനായിരുന്നു യെഹെസ്കേൽ പ്രവാചകൻ. ഒരേ സമയം തന്നെ പുരോഹിതന്റെയും പ്രവാചകന്റെയും ശുശ്രൂഷ താൻ ചെയ്തു. കാരണം ചരിത്രകാരൻ ജോസഫസ് പറഞ്ഞിരിക്കുന്നു, പ്രവാചകന്റെ പുതപ്പ് അവന്റെ മേളിൽ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ പുരോഹിതന്റെ പുതപ്പും ഉണ്ടായിരുന്നു. അപ്പൊ രണ്ട് പുതപ്പും അവന്റെ മേളിലുണ്ട്, പുരോഹിതന്റെ പുതപ്പും പ്രവാചകന്റെ പുതപ്പും. ഈ രണ്ട് പുതപ്പും അവന്റെ മേളിൽ കിടന്നിരുന്നത് ഉള്ളത് കൊണ്ട് ഒരേ സമയം തന്നെ പ്രവാചക ശുശ്രൂഷയും അതേ സമയം തന്നെ പുരോഹിത ശുശ്രൂഷയും ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. കണ്ണുനീരിന്റെയും കഷ്ടതയുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ ദൈവത്തോട് വിശ്വസ്തതയായി നിന്നിരുന്ന പ്രവാചകനായിരുന്നു യെഹെസ്കേൽ പ്രവാചകൻ. പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും അല്ലെങ്കിൽ കണ്ണുനീരിന്റെയും കഷ്ടതയുടെയും മധ്യത്തിലും ദൈവത്തോട് വിശ്വസ്ത പുലർത്തുവാൻ പ്രവാചകന് കഴിഞ്ഞിട്ടുണ്ട്. അവന്റെ 27 വർഷത്തെ ശുശ്രൂഷയിൽ ഇത് നമുക്ക് പ്രകടമായി കാണാൻ കഴിയും. തന്റെ 27 വർഷത്തെ ശുശ്രൂഷയിൽ കഷ്ടതയുടെയും പ്രതികൂലത്തിനും നടുവിൽ താൻ എങ്ങനെയുള്ളവനായിരുന്നു? വിശ്വസ്തനായി. അപ്പോ യെഹെസ്കേലിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്ന് പഠിച്ചു, അല്ലേ? അതാണ് പ്രവാചകന്റെ സ്വഭാവം. ഇത്രയാണ് നമുക്ക് പ്രവാചകന്റെ സ്വഭാവത്തിൽ പഠിക്കാറുള്ളത്. ഇനി പ്രവാചകന്റെ ദൗത്യം. ഓക്കെ, ടൈറ്റിൽ എഴുതിയോ? പ്രവാചകന്റെ ദൗത്യം. യെഹെസ്കേൽ പ്രവാചകനെ ദൈവം ഇസ്രായേലിന്റെ കാവൽക്കാരനായി നിയോഗിച്ചു. 3-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിച്ചേ. 3:17. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. എന്റെ വായിൽ 33:7. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. മതി. ഈ 2 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യെഹെസ്കേൽ പ്രവാചകനെ
ദൈവം ഇസ്രായേലിന്റെ കാവൽക്കാരനായി നിയോഗിച്ചു. 3:17, 33:7. പ്രധാനമായി അവന് 4 വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണമായിരുന്നു. പ്രധാനമായിട്ട് പ്രവാചകന് 4 വിധമായ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഒന്ന് വിവിധ അടയാളങ്ങളിലൂടെ അവന്റെ ശുശ്രൂഷ നിറവേറ്റി. യെരുശലേമിനെ കീഴടക്കുന്നത്, അതിലെ നിവാസികളുടെ കഷ്ടതകൾ, പട്ടണത്തെ തീവച്ച് നശിപ്പിക്കുന്നത്, ദൈവാലയത്തിൽ നിന്ന് ദൈവമഹത്വം വിട്ടുപോകുന്നത്, സിദക്കിയാവിന്റെയും കൂട്ടരുടെയും പ്രവാസം, യെരുശലേം ഉപേക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് ഇങ്ങനെ സാദൃശ്യങ്ങൾ അഥവാ ഉപമകളിലൂടെ ഈ ദൂതുകളൊക്കെ ദൈവജനത്തിന് കൈമാറി. ഒന്നുകൂടെ പറയാം. വിവിധ അടയാളങ്ങളിലൂടെ അവന്റെ ശുശ്രൂഷ നിറവേറ്റി. യെരുശലേമിനെ കീഴടക്കുന്നത് 4:1 മുതൽ 8 വരെ. 4:1 മുതൽ 8 വരെ. 24:1 മുതൽ 14. അതിലെ നിവാസികളുടെ കഷ്ടതകൾ, യഹൂദയിലെ ജനത്തിന്റെ കഷ്ടതകൾ, അതിലെ നിവാസികളുടെ, യെരുശലേമിലെ നിവാസികളുടെ കഷ്ടതകൾ. 4:9 മുതൽ 17 വരെ നിവാസികളുടെ കഷ്ടതകൾ. 4:9 മുതൽ 17 വരെ. 5:1 മുതൽ 11 വരെ. 9:7 മുതൽ 11 വരെ. 12:17 മുതൽ 20 വരെ. അടുത്തത് പട്ടണത്തെ തീ വെച്ച് നശിപ്പിക്കുന്നത്. 10:1-2. 10-ാം അധ്യായം 1-2 വാക്യം. അടുത്തത് ദൈവാലയത്തിൽ നിന്ന് ദൈവമഹത്വം വിട്ടുപോകുന്നത്. 10:18. ദൈവാലയത്തിൽ നിന്ന് ദൈവമഹത്വം വിട്ടുപോകുന്നത്. 10:18. സിദക്കിയാവിന്റെയും കൂട്ടരുടെയും പ്രവാസം. 12:1 മുതൽ 13 വരെ. അടുത്തത് യെരുശലേം ഉപേക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള ഉപമകളിലൂടെയുള്ള പ്രസ്താവന. യെരുശലേം ഉപേക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് ഉപമകളിലൂടെയുള്ള പ്രസ്താവന. ഇരുപത്തഞ്ചാം അധ്യായം. യെരുശലേം ഉപേക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് വിവിധ ഉപമകളിലൂടെയുള്ള പ്രസ്താവന. 25-ാം അധ്യായം. അടുത്തത് സിദക്കിയാവിനെ ബാബേലിലേക്ക് അടിമയായി അയക്കുന്നത്. സിദക്കിയാവിനെ
ബാബേലിലേക്ക് അടിമയായി അയക്കുന്നത്. പതിനാറിന്റെ 20. എന്നിവ പ്രവാചകൻ പ്രസ്താവിച്ചു. പ്രവാചകൻ ഒരു ദൗത്യമായിരുന്നു ഉപമകളിലൂടെ ദൈവജനത്തിന് കാര്യങ്ങളെല്ലാം അറിയിക്കുക. അതിൽ യെരുശലേമിനെ കീഴടക്കുന്നതിനെ കുറിച്ച്, അതിലെ നിവാസികളുടെ കഷ്ടതകളെ കുറിച്ച്, പട്ടണത്തെ തീവച്ച് നശിപ്പിക്കുന്നതിനെ കുറിച്ച്, ദൈവാലയത്തിൽ നിന്ന് ദൈവമഹത്വം വിട്ടുപോകുന്നതിനെ കുറിച്ച്, സിദെക്കീയാവിന്റെ കൂട്ടരുടെയും പ്രവാസത്തെ കുറിച്ച്, യെരുശലേം ഉപേക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച്, ഇങ്ങനെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും താൻ എന്ത് ചെയ്തു? പ്രവാചകൻ പ്രസ്താവിച്ചു. അത് ഒന്നാമത്തെ തന്റെ ഉത്തരവാദിത്തമായിരുന്നു. ലഭിച്ച ദൂതുകളെല്ലാം കൃത്യമായി ജനത്തെ അറിയിച്ചു. ഒന്നാമത്തെ ഉത്തരവാദിത്തം നമ്മൾ എഴുതി. രണ്ടാമത്തത് അവന്റെ വീട്ടിൽ അവന്റെ മുൻപിൽ ഇരിക്കുന്ന യഹൂദ മൂപ്പന്മാരോട് ദർശനത്തിലൂടെ ദൈവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മ്ലേച്ഛമായ കാര്യങ്ങൾ, പട്ടണത്തിൽ പ്രഭുക്കന്മാർ ചെയ്യുന്ന ദുഷ്ട ആലോചനകൾ, ഇസ്രായേലിനെ മൊത്തമായി അവരുടെ നിലവാരത്തെ കുറിച്ച് ഈ കാര്യങ്ങളെ കുറിച്ച് പ്രവാചകൻ അറിഞ്ഞ് ഈ മൂപ്പന്മാരെ കൃത്യമായിട്ട് അറിയിച്ചു. ആലയത്തിൽ നടക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചും യെരുശലേമിൽ നടക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചും തന്റെ മുൻപിലിരിക്കുന്ന മൂപ്പന്മാരോട് കൃത്യമായി താൻ കാര്യങ്ങൾ അറിയിച്ചു. ഒന്നും മറച്ചു വെച്ചില്ല. അപ്പൊ എഴുതുക, അവന്റെ വീട്ടിൽ അവന്റെ മുൻപിൽ ഇരിക്കുന്ന യഹൂദ മൂപ്പന്മാരോട് ദർശനത്തിലൂടെ ദൈവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മ്ലേച്ഛമായ കാര്യങ്ങൾ, 8-ാം അധ്യായം 1 മുതൽ 18 വരെ. ദൈവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മ്ലേച്ഛമായ കാര്യങ്ങൾ 8-ന്റെ 1 മുതൽ 18 വരെ. പട്ടണത്തിൽ പ്രഭുക്കന്മാർ ചെയ്യുന്ന ദുഷ്ട ആലോചനകൾ, പട്ടണത്തിൽ പ്രഭുക്കന്മാർ ചെയ്യുന്ന ദുഷ്ട ആലോചനകൾ 11-ന്റെ 1 മുതൽ 21 വരെ. 11-ന്റെ 1 മുതൽ 21 വരെ. എന്നിവ പ്രത്യേക വിധത്തിൽ പ്രവാചകൻ അവരെ അറിയിച്ചു. 16, 23, 20, 22 അധ്യായങ്ങൾ. 16, 23, 20, 22 അധ്യായങ്ങൾ പ്രത്യേക വിധത്തിൽ അവരെ അറിയിച്ചു. മുമ്പിലിരിക്കുന്ന മൂപ്പന്മാരോട് അറിയിച്ചു. മൂന്നാമത്തത് തന്റെ ജനത്തെ ന്യായം വിധിച്ച് തള്ളിക്കളയുക എന്നുള്ളതല്ല, അവരുടെ പാപത്തെയും പിന്മാറ്റത്തെയും മനസ്സിലാക്കി അനുദപിപ്പിച്ച് വീണ്ടും നഷ്ടപ്പെട്ട അവകാശത്തിലേക്ക് തിരികെ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തോടുള്ള പ്രവർത്തനം. ഒന്നുകൂടെ പറയാം. തന്റെ ജനത്തെ ന്യായം വിധിച്ച് തള്ളിക്കളയുക എന്നുള്ളതല്ല, അവരുടെ പാപത്തെയും പിന്മാറ്റത്തെയും മനസ്സിലാക്കി
അനുതപിച്ച് വീണ്ടും നഷ്ടപ്പെട്ട അവകാശത്തിലേക്ക് തിരികെ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തോടെയുള്ള ശുശ്രൂഷ, തിരികെ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തോടെയുള്ള ശുശ്രൂഷ. നാല്, ജനം പാപത്തെക്കുറിച്ച് അനുദപിച്ച് കണ്ണുനീരോടെ അടുത്തു വരുമ്പോൾ അവർ കപട ഇടയന്മാരിൽ നിന്ന് വിടുവിക്കപ്പെടുകയും ദൈവം ഒരു നല്ല ഇടയനെ എഴുന്നേൽപ്പിച്ച് നടത്തുകയും ചെയ്യുമെന്ന് ഓർമ്മിപ്പിച്ച് അവരുടെ പഴയ ശത്രുവായ ഏദോമിന്റെ നാശം, 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം ലഭിക്കാൻ പോകുന്ന യഥാസ്ഥാനം എന്നിവയും പ്രവാചകൻ ജനത്തെ അറിയിച്ച് ഉറപ്പിച്ചു. എഴുതിക്കോ. ജനം പാപത്തെക്കുറിച്ച് അനുദപിച്ച് കണ്ണുനീരോടെ അടുത്തു വരുമ്പോൾ അവർ കപട ഇടയന്മാരിൽ നിന്ന് വിടുവിക്കപ്പെടുകയും ദൈവം ഒരു നല്ല ഇടയനെ എഴുന്നേൽപ്പിച്ച് നടത്തുകയും ചെയ്യുമെന്ന് ഓർമ്മിപ്പിച്ചു. 34:23. അവരുടെ പഴയ ശത്രുവായ ഏദോമിന്റെ നാശം, 35-ാം അധ്യായം, ബ്രാക്കറ്റില് അധ്യായം 35. അവരുടെ പഴയ ശത്രുവായ ഏദോമിന്റെ നാശം 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം ലഭിക്കുവാൻ പോകുന്ന യഥാസ്ഥാനം, എന്നിവയും ജനത്തെ അറിയിച്ചു. അപ്പോ പ്രവാചകന്റെ ദൗത്യത്തിൽ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. 4 ദൗത്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമതായിട്ട് വിവിധ അടയാളങ്ങളിലൂടെ അവന്റെ ശുശ്രൂഷ നിറവേറ്റി യെരുശലേമിനെ കീഴടക്കുന്നത്, നിവാസികളുടെ വിവിധ അടയാളങ്ങളിലൂടെ അവന്റെ ശുശ്രൂഷ നിറവേറ്റി യെരുശലേമിനെ കീഴടക്കുന്നത്, അതിലെ നിവാസികളുടെ കഷ്ടതകൾ, പട്ടണത്തെ തീവച്ച് നശിപ്പിക്കുന്നത്, ദൈവാലയത്തിൽ നിന്ന് ദൈവമഹത്വം വിട്ടുപോകുന്നത്, സിദെക്കീയാവിന്റെയും കൂട്ടരുടെയും പ്രവാസം,
യെരുശലേം ഉപേക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള വിവിധ സാദൃശ്യങ്ങൾ, അത് ഉപമയിലൂടെയുള്ള പ്രസ്താവനകൾ, ഇങ്ങനെ പല കാര്യങ്ങൾ അവരെ പ്രവചനം കൊടുത്ത് പ്രവാചകൻ അവരെ അറിയിച്ചു, കൃത്യമായിട്ട് അവരെ അറിയിച്ചു. രണ്ടാമത്, അവന്റെ വീട്ടിൽ അവന്റെ മുൻപിൽ ഇരിക്കുന്ന യഹൂദ മൂപ്പന്മാരോട് ആലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മ്ലേച്ഛമായ കാര്യങ്ങളെ കുറിച്ചും പട്ടണത്തിലെ പ്രഭുക്കന്മാർ ചെയ്യുന്ന ദുഷ്ട ആലോചനകളെ കുറിച്ച്, ഇസ്രായേലിനെ മൊത്തത്തിൽ അവരുടെ നിലവാരത്തെ കുറിച്ച് മൂപ്പന്മാരെ കൃത്യമായി വെളിപ്പാടോടെ അവരെ അറിയിച്ചു. മൂന്നാമത്, തന്റെ ജനത്തെ ന്യായം വിധിച്ച് തള്ളിക്കളയുക എന്നുള്ളതല്ല, അവരുടെ പാപത്തെയും പിന്മാറ്റത്തെയും മനസ്സിലാക്കി അനുദവിച്ചു വീണ്ടും നഷ്ടപ്പെട്ട അവകാശത്തിലേക്ക് തിരികെ പോകണമെന്നുള്ള ആഹ്വാനം കൊടുത്ത് അവരെ പ്രവചിച്ച് ഉറപ്പിച്ചു. നാലാമത്, അവസാനമായി, ജനം പാപത്തെക്കുറിച്ച് അനുദവിച്ച് കണ്ണുനീരോടെ അടുത്തു വരുമ്പോൾ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവരുടെ പഴയ ശത്രുവായ ഏദോമിന്റെ നാശം, 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം ലഭിക്കാൻ പോകുന്ന യഥാസ്ഥാനം എന്നിവയെ ജനത്തെ അറിയിച്ച് ഉറപ്പിച്ചു. അപ്പൊ പ്രവാചകന്റെ ഉത്തരവാദിത്വം നിങ്ങൾ കണ്ടോ? പ്രവാചകന്റെ ദൗത്യം അഥവാ ഉത്തരവാദിത്വം. നമുക്കെല്ലാം ഓരോ ദൗത്യമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ ഇസ്രായേൽ ജനത്തിന് നടുവിൽ പ്രവാചകനെ കാവൽക്കാരനാക്കി ദൈവം മാറ്റി, അല്ലേ? കാവൽക്കാരനാക്കി മാറ്റിയപ്പോൾ ആ കാവൽക്കാരനായ പ്രവാചകന് ഉണ്ടായിരുന്ന 4 വിധമാകുന്ന ഉത്തരവാദിത്തങ്ങൾ. ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് തൽക്കാലം 4 വിധമായ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പഠിപ്പാനിടയായി. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, ദൈവിക ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും എന്തുകൊണ്ട് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആരും ഒഴിവുള്ളവരല്ല. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ മുൻപിൽ കിടക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇനി പ്രധാനമായ കാര്യം ഉള്ളടക്കം. ഇച്ചിരി വിശാലമായ ഉള്ളടക്കമാണ് കേട്ടോ, വിശാലമായ ഉള്ളടക്കം. നിങ്ങളുടെ കൈയൊക്കെ സ്ട്രോങ് ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഉള്ളടക്കം ടൈറ്റിൽ എഴുതിയോ? ഇന്ന് നമുക്ക് തീരുന്നതിന് മുമ്പ് കുറച്ച് എഴുതാം, ബാക്കി നമുക്ക് കർത്താവ് വന്നില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എഴുതാം. ഓക്കെ, 1 റോമൻ ലെറ്റർ 1, യെഹെസ്കേലിന്റെ വിളിയും ദൗത്യവും. യെഹെസ്കേലിന്റെ വിളിയും ദൗത്യം 1:1 മുതൽ 3:21. യെഹെസ്കേലിന്റെ വിളിയും ദൗത്യം 1:1 മുതൽ 3:21 വരെ. അതിന്റെ എ, യെഹെസ്കേലിന്റെ സാഹചര്യങ്ങൾ. യെഹെസ്കേലിന്റെ സാഹചര്യങ്ങൾ 1:1 മുതൽ 3 വരെ. യെഹെസ്കേലിന്റെ സാഹചര്യങ്ങൾ 1:1 മുതൽ 3 വരെ. ബി, രഥസിംഹാസനത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചുള്ള യെഹെസ്കേലിന്റെ ദർശനം. രഥസിംഹാസനത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചുള്ള യെഹെസ്കേലിന്റെ ദർശനം 1:4 മുതൽ 28 വരെ. 1:4 മുതൽ 28 വരെ. രഥസിംഹാസനത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചുള്ള യെഹെസ്കേലിന്റെ ദർശനം
1:4 മുതൽ 28 വരെ. സി, ഇസ്രായേൽ ജനത്തോട് പ്രവചിക്കുവാനായി നിയമിക്കപ്പെടുന്ന യെഹെസ്കേൽ. ഇസ്രായേൽ ജനത്തോട് പ്രവചിക്കുവാനായി നിയമിക്കപ്പെടുന്ന യെഹെസ്കേൽ. ഒന്നിന്റെ 29 മുതൽ 3:21 വരെ. 3:21. ഈ മൂന്നാമത്തെ സി പോയിന്റിന്റെ സബ് പോയിന്റ് 1. നമ്മൾ ABC എന്നല്ലേ പോയിന്റ് എഴുതിയേ, അതിൽ മൂന്നാമത്തെ പോയിന്റായ സിയുടെ സബ് 1. ജനത്തിന്റെ സ്വഭാവം. ഒരു ചെറിയ ഹൈഫൻ ഇട്ടിട്ട് എഴുതണം. മത്സരികൾ. ജനത്തിന്റെ സ്വഭാവം. ജനത്തിന്റെ സ്വഭാവം, മത്സരികൾ. 1:28 മുതൽ 2:7 വരെ. 1:28 മുതൽ 2:7 വരെ. 2. സന്ദേശത്തിന്റെ സ്വഭാവം. സന്ദേശത്തിന്റെ സ്വഭാവം ഒരു ഹൈഫൻ ഇട്ടിട്ട് ചുരുളിൽ സൂചിപ്പിക്കുന്ന പ്രകാരമുള്ള ന്യായവിധി. ചുരുളിൽ സൂചിപ്പിക്കുന്ന പ്രകാരമുള്ള ന്യായവിധി. ചുരുളിൽ സൂചിപ്പിക്കുന്ന പ്രകാരമുള്ള ന്യായവിധി. 2:8 മുതൽ 3:3 വരെ. സന്ദേശത്തിന്റെ സ്വഭാവം ചുരുളിൽ സൂചിപ്പിക്കുന്ന പ്രകാരമുള്ള ന്യായവിധി. 2:8 മുതൽ 3:3 വരെ. 3. ജനത്തിന്റെ സ്വഭാവം. ജനത്തിന്റെ സ്വഭാവം ഹൈഫൻ ഇട്ടിട്ട് മര്യാദയില്ലാത്തവരും ഹൃദയ കാഠിന്യമുള്ളവരും. മര്യാദയില്ലാത്തവരും ഹൃദയ കാഠിന്യമുള്ളവരും. 3:4 മുതൽ 11 വരെ. ജനത്തിന്റെ സ്വഭാവം മര്യാദയില്ലാത്തവരും ഹൃദയ കാഠിന്യമുള്ളവരും. 3:4 മുതൽ 11 വരെ. 4. പ്രവാചകന്റെ ധർമ്മം. പ്രവാചകന്റെ ധർമ്മം ഹൈഫൻ ഇട്ടിട്ട് കാവൽക്കാരൻ. പ്രവാചകന്റെ ധർമ്മം ഹൈഫൻ ഇട്ടിട്ട് കാവൽക്കാരൻ. 3:12 മുതൽ 21 വരെ. 3:12 മുതൽ 21 വരെ. കിട്ടിയോ? ഓക്കെ. ഇനി റോമൻ ലെറ്റർ 2. റോമൻ ലെറ്റർ 2. യഹൂദയുടെയും യെരുശലേമിന്റെയും ന്യായവിധി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. യഹൂദയുടെയും യെരുശലേമിന്റെയും ന്യായവിധി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. യഹൂദയുടെയും യെരുശലേമിന്റെയും ന്യായവിധി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. 3:22 മുതൽ 24:27 വരെ. 3:22 മുതൽ 24:27 വരെ.
3:22 മുതൽ 24:27 വരെ. അതിൽ എ പോയിന്റ് എ, വരുവാനിരിക്കുന്ന ന്യായവിധി വിശദമാക്കുന്ന ദൃശ്യ സഹായികൾ. വരുവാനിരിക്കുന്ന ന്യായവിധി വിശദമാക്കുന്ന ദൃശ്യ സഹായികൾ. മൂന്നിന്റെ 22 മുതൽ 5:17 വരെ. 3:22 മുതൽ 5:17 വരെ. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ചെറിയ സബ് പോയിന്റ് 1, ദൈവം പറയുന്നതുവരെ സംസാരിക്കാതെ മൂകനായി അഭിനയിക്കുവാൻ കൽപ്പിക്കപ്പെട്ട യെഹെസ്കേൽ പ്രവാചകൻ. ദൈവം പറയുന്നത് വരെ സംസാരിക്കാതെ മൂകനായി അഭിനയിക്കുവാൻ കൽപ്പിക്കപ്പെട്ട യെഹെസ്കേൽ. 3:22 മുതൽ 27 വരെ. 3:22 മുതൽ 27 വരെ. 3:22 മുതൽ 27 വരെ. 2, ഒരു ഇഷ്ടികയാൽ ചിത്രീകരിക്കപ്പെട്ടുള്ള യെരുശലേമിന്റെ ഉപരോധം. ഒരു ഇഷ്ടികയാൽ ചിത്രീകരിക്കപ്പെട്ടുള്ള യെരുശലേമിന്റെ ഉപരോധം. ഒരു ഇഷ്ടികയാൽ ചിത്രീകരിക്കപ്പെട്ടുള്ള യെരുശലേമിന്റെ ഉപരോധം. അധ്യായം 4. അധ്യായം 4. 3, മൂർച്ചയുള്ള ഒരു വാളിന്റെയും മുടിയുടെയും ഉപയോഗത്താൽ ജനത്തിന്റെ സ്വഭാവം പ്രവചിക്കപ്പെടുന്നു. അധ്യായം 5. മൂർച്ചയുള്ള ഒരു വാളിന്റെയും മുടിയുടെയും ഉപയോഗത്താൽ ജനത്തിന്റെ സ്വഭാവം പ്രവചിക്കപ്പെടും. അധ്യായം 5. അടുത്തത് ബി. വിഗ്രഹാരാധന നിർമ്മാർജ്ജനം ചെയ്യുന്നതും ജനത്തിലെ ശേഷിപ്പ് സംരക്ഷിക്കപ്പെടുന്നതും. അധ്യായം 6. വിഗ്രഹാരാധന നിർമ്മാർജ്ജനം ചെയ്യുന്നതും ജനത്തിലെ ശേഷിപ്പ് സംരക്ഷിക്കപ്പെടുന്നതും. അധ്യായം 6. സി. ബാബിലോണ്യ ആക്രമണത്തിന്റെ ആസന്നതയും കാഠിന്യവും.
കാഠിന്യവും. അധ്യായം 7. അടുത്തത് ഡി. ആലയത്തിന്റെ വർദ്ധിച്ചു വരുന്ന വിഗ്രഹാരാധനയെ കുറിച്ചുള്ള ദർശനം. റെഫറൻസ് പറഞ്ഞില്ലല്ലോ. അധ്യായം 7. ബാബിലോണിയ ആക്രമണത്തിന്റെ ആസന്നതയും കാഠിന്യവും. അധ്യായം 7. ഡി. ആലയത്തിന്റെ വർദ്ധിച്ചു വരുന്ന വിഗ്രഹാരാധനയെ കുറിച്ചുള്ള ദർശനം. ആലയത്തിന്റെ വർദ്ധിച്ചു വരുന്ന വിഗ്രഹാരാധനയെ കുറിച്ചുള്ള ദർശനം. അധ്യായം 8. ആലയത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആരാധനയെ കുറിച്ചുള്ള ദർശനം. അധ്യായം 8. അടുത്തത് ഈ. ദൈവ സാന്നിധ്യം നീക്കപ്പെടുന്നതും തൽഫലമായി വിഗ്രഹാരാധികൾ നശിക്കപ്പെടുന്നതും. ദൈവ സാന്നിധ്യം നീക്കപ്പെടുന്നതും തൽഫലമായി വിഗ്രഹാരാധികൾ നശിക്കപ്പെടുന്നതും. അധ്യായം 9. അടുത്തത് എഫ്. ന്യായവിധിയാൽ യെരുശലേമിനെ സന്ദർശിക്കുന്ന ദൈവമഹത്വത്തെക്കുറിച്ചുള്ള ദർശനം. ദൈവമഹത്വത്തെക്കുറിച്ചുള്ള ദർശനം. അധ്യായം 10. അധ്യായം 10. ഇവിടം വരെ നമുക്ക് ഇന്ന് നിർത്താം. അധ്യായം 10 വരെയുള്ള